TPU കരാറും ഈ പറയുന്ന അമേരിക്കൻ ട്രേഡ് കരാറും കൂടി വരുമ്പോൾ ഇന്ത്യയുടെ മുന്നിലുള്ള സാധ്യതകൾ ഇന്ന് ഇവിടുന്ന് ചെറുപ്പക്കാർ യുവാക്കൾ IT മേഖലകളിൽ തൊഴിലന്വേഷിച്ച് വിദേശത്തേക്ക് പോകുന്ന തിരിച്ച് വരേണ്ട സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് $89 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നതെങ്കിൽ അടുത്ത 5 വർഷക്കാലത്തിനുള്ളത് അത് 500 ബില്യണായിട്ട് മാറുമെന്നുള്ളതാണ്. അതേ സ്ഥലത്ത് തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഏതാണ്ട് $70 ബില്യൺ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിടക്കുകയാണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വ്യവസായത്തിന് സുവർണകാലം, ഇതുപോലൊരു കുതിപ്പുണ്ടാകുന്ന ഒരു സമയം ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം നമ്മളുടെ എല്ലാ ഇൻഡസ്ട്രിയുടെയും പ്രോഫിറ്റ് കൂടും, എംപ്ലോയ്മെൻറ്റ്, ബില്യൺസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റിയ 2 സുപ്രധാന എഗ്രിമെൻ്റാണ് ഈ പറയുന്ന NDA ഗവൺമെൻറ്, പ്രധാനമന്ത്രി മോഡിജി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തത് എന്നുള്ളതാണ്. അതിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അതിനെ വിമർശിക്കുന്നവർ ഈ ഇന്ത്യ ഒരിക്കലും രക്ഷപ്പെടരുത്, ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പാട് ദുരിതം അനുഭവിച്ച് ഇവിടുത്തെ യുവാക്കൾ രാജ്യം വിടണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമാണ്. ഈ